നമസ്കാരം. അപ്പോൾ ഇന്ന് റെസ്പോൺസ് എടുക്കാൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ഒരു വിവരം അറിഞ്ഞത്. 54ാമത് കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച കാര്യം. തീർച്ചയായിട്ടും ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തില് പൃഥ്വിരാജിന് നല്ല നടനുള്ള ഒരു അവാർഡ് ലഭിച്ചവർ അറിയുന്ന ആ ഒരു സമയത്താണ്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ആക്ടർ സെന്റിലിനെ കണ്ടായിരുന്നു. ആ സെന്റിൽ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു ആക്ടറോട് ചോദിച്ചപ്പോൾ ആടുജീവിതവും പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമല്ലേ, അവര് കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഫലം അത് അറിയിച്ച രീതിയിൽ തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നമ്മളൊരു മലയാളിയായതിൽ നമ്മളും അഭിമാനിക്കുന്നു. അതിനു മുൻപായിട്ടാണ് ബിബിൻ ജോർജിനെ കണ്ടത്. അതേപോലെ തന്നെ സെന്റിൽ കൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. ആ ഒരു ചിത്രത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഓസ്കാറിന് ആ ഒരു ലെവലിൽ പോകുന്ന ഒരു ചിത്രം തന്നെയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രാധാന്യം പറയാനുണ്ടോ? അല്ല, അത്രയും അതിനുള്ള ഒരു അംഗീകാരമാണല്ലോ ഇപ്പൊ കൊടുത്തേക്കുന്നത്. ദേശീയ പുരസ്കാരം അതിന് അർഹിക്കുന്ന ഒരു അംഗീകാരമാണല്ലോ. അത് അവരെടുത്ത ഒരു എഫർട്ടിന് എന്തായാലും നമുക്കും അഭിമാനിക്കാം. അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷം പ്രേക്ഷകരോട് കൂടി ചോദിക്കേണ്ട നമ്മളൊരു ഉത്തരവാദിത്വം അല്ലേ? എന്തായാലും ആ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുത്തു. 54ാമത് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് പറയാൻ? ഒന്നും പറയാനില്ല. നല്ല പാട് ആടുജീവിതം നന്നായിട്ട്. പടം നല്ല പടമാണ്, കൂടാതെ ഡിസേർവിംഗ് അവാർഡ്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷകൾ നിലനിർത്തുന്ന ഒരു പടം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒത്തിരി വർഷത്തെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു അതില്. കൂടാതെ നല്ല സിനിമയായിരുന്നു, അതുകൊണ്ട് തന്നെ കൊള്ളാം. 54ാമത് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് പൃഥ്വിരാജിനാണ്. അത് ആടുജീവിതത്തിന് കിട്ടിയതല്ലേ, അത് അർഹിക്കുന്ന രീതിയാണ് പൃഥ്വിരാജിന് കിട്ടിയത്. ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു ചിത്രത്തിന്റെ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ അത്രയും വർഷത്തെ കഠിന അധ്വാനത്തിലൂടെയാണ് ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചത് എന്നുള്ളത് നമ്മൾ നേരിൽ കണ്ടറിഞ്ഞതാണ്. 54ാമത് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതിന് പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സന്തോഷം തന്നെ. ശരിക്കും വാഴ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റെസ്പോൺസ് എടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ്. വാഴ എന്ന് പറയുന്ന ആരും നല്ലൊരു ചിത്രമാണ്. കാരണം ന്യൂ ജനറേഷൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചൊരു ചിത്രമാണ്. ആ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ആടുജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിക്കാമല്ലായിരുന്നു. ഞാൻ ഒരു 4 കൊല്ലം സൗദിയിൽ നിന്ന് അവരുടെയൊക്കെ കുറെ ജീവിതം കണ്ട് നമ്മൾ കണ്ടേക്കണതാ. ആ രീതിയിലൊക്കെ അഭിനയിച്ച് ഫലിപ്പിച്ചതിന് തീർച്ചയായിട്ടും കിട്ടേണ്ട തന്നെയാണ് അത്. ഞാൻ ചോദ്യത്തിൽ ഒരു ആവർത്തന വിരസത വീണ്ടും കാണിച്ചു. ശരിക്കും ഒരു ഓസ്കാർ അവാർഡ് ലഭിക്കേണ്ട ഒരു ചിത്രമല്ലേ അതെന്നുള്ള ചോദ്യത്തിന് ആ ഒരു പ്രേക്ഷകൻ തുറന്നടിച്ചൊരു കാര്യമുണ്ട്. ഓസ്കാർ അവാർഡിന് സാധ്യതയുള്ള അതൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഇതില് മലയാളത്തിലെ ഏറ്റവും മികച്ച പടമായിരുന്നു. എന്തായാലും ഹൃദയത്തിൽ തൊട്ട ഒരു നല്ലൊരു ചിത്രം പ്രേക്ഷകർക്ക് കൊടുത്തത് അല്ലേ? അത് തന്നെ, അത് പറയാനില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ പ്രേക്ഷകരും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഉയർന്ന ശബ്ദത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. കാരണം ഇതൊരു അഭിമാന നിമിഷമായിരുന്നു. 54ാമത് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആടുജീവിതത്തിലെ നല്ല നടനുള്ള ഒരു അവാർഡ് പൃഥ്വിരാജിനാണ് കിട്ടിയത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമ വളരെ നല്ലതാണ്. നല്ല ട്രാൻസ്ഫർമേഷൻ ഒക്കെ ഭയങ്കര അടിപൊളി ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു. ഒത്തിരി വർഷത്തിന് കഷ്ടപ്പാടിനൊടുവിലാണ് ആ ഒരു ചിത്രം ബിഗ് സ്ക്രീനിൽ എത്തിച്ചല്ലേ? അതെ, നല്ലൊരു നടൻ, നല്ലൊരു ക്യാരക്ടറാണ്. അവാർഡിന് സാധ്യതയുള്ള വലിയൊരു ചിത്രം തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിയത്. അതെ, ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണ്. 54ാമത് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തില് നല്ലൊരു അഭിനേതാവിനുള്ള ഒരു അവാർഡ് പൃഥ്വിരാജിന്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുള്ളിക്ക് പൃഥ്വിരാജിന് അർഹതപ്പെട്ടതാണ് ആ അവാർഡ്. തീർച്ചയായിട്ടും അത് കിട്ടേണ്ടത് തന്നെയാണ്. കാരണം അതുപോലെ ഒരു മലയാളത്തില് അങ്ങനെ ഒരു ഒത്തിരി പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒത്തിരി പുള്ളി വർഷങ്ങളോളം അതിനു വേണ്ടി കഠിനാധ്വാനം നടത്തി ആ പടത്തിന് വേണ്ടി പുള്ളി അത് ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരാളാണ്. വീണ്ടും ആ പടം അഭിനയിക്കണമെന്നുള്ള വാശിയോടുകൂടി പൃഥ്വിരാജ് ചെയ്തു. നല്ല ഇപ്പൊ കിട്ടിയത് പുള്ളിക്ക് അർഹതപ്പെട്ടത്. തീർച്ചയായിട്ടും അത് മലയാളികളായ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പടം കൂടിയാണ്. അത് കാണേണ്ടതാണ്. കണ്ടവർക്ക് കാണാത്ത നഷ്ടം, തീരാ നഷ്ടമാണ്. വിദേശത്ത് മരുഭൂമി മനസ്സ് തുറന്നു കാണിച്ചിരിക്കുന്ന നല്ലൊരു ചിത്രമാണ്. നല്ലൊരു ചിത്രമാണ്. അത് പുള്ളിക്ക് അത് അർഹതപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് ലഭിച്ചതിന് ശേഷം ഒരു മീഡിയയിൽ പൃഥ്വിരാജിനോട് ഒരു ചോദ്യം ചോദിക്കേണ്ടായി. ഈ ഒരു അവാർഡ് കിട്ടിയതിനു ശേഷം താങ്കളുടെ ലൈഫിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കാണുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാനൊരു സാധാ അഭിനേതാവാണ്, ഞാനൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തെ സ്വീകരിച്ചപ്പോൾ കിട്ടിയതാണ്, എനിക്ക് കിട്ടിയ അവാർഡല്ല. തീർച്ചയായിട്ടും ബ്ലസ്സി എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർക്ക് ഞാൻ സമർപ്പിക്കുന്ന ആ ഒരു ചിത്രത്തിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ഹൃദയം തുറന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു അഭിമാന നിമിഷത്തിൽ പറയാനുള്ളത് ആടുജീവിതം ടീമിന് ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.